പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിലെ സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. നമ്മുടെ ചാപ്റ്റർ ഏകദേശം വരുന്നത് 16ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ടാണ് അവർ പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഴയ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ 60% മാത്രമേ പബ്ലിക് എക്സാമിന് പഠിക്കേണ്ടുള്ളൂ. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത് പരീക്ഷ എഴുതുന്നവർ, എന്തെങ്കിലും കാരണത്തിൽ എക്സാം എഴുതാതെ പിന്നീട് എക്സാം എഴുതുന്നവരൊക്കെ പഴയ സിലബസ് മുഴുവൻ ചാപ്റ്റർ അവരെന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബോർഡിൽ എഴുതിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോസിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയൊക്കെ വിവിധ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ വേറൊരു വീഡിയോസിലാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സാമൂഹിക ശ്രേണീകരണം എന്ന് പറഞ്ഞാൽ ഈ മേലാളിത്ത കീഴാളിത്ത ബന്ധങ്ങളുണ്ടാകും. മുകളിലുള്ള ആളുകളും താഴെയുള്ള ആളുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗണങ്ങളോ അല്ലെങ്കിൽ ഒരു സംഘങ്ങളോ ആയി സമൂഹത്തെ വിഭജിക്കുന്നതാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. ഒരു കൂട്ടം സംഘങ്ങൾ അല്ലെങ്കിൽ ഗണം, അത് മേലാളിത്ത താഴ്ന്ന വിഭാഗം, ഇങ്ങനെയുള്ള 2 വിഭാഗമായിട്ട് സമൂഹത്തിൽ എന്താണ് പരസ്പര ബന്ധമായ സംഘങ്ങളാണെന്ന് പറയുന്നത് സാമൂഹിക ശ്രേണീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത് is a social stratification universal discussed. സാമൂഹിക ശ്രേണീകരണം എന്നത് സാർവത്രികമാണ്, വിവരിക്കാം എല്ലാ മേഖലകളും. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായകാരം ആദ്യകാല സമൂഹങ്ങളിലുള്ള ആളുകൾ ജീവിച്ചിരുന്ന വിവിധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളാണ്. അവരുടെ മെയിനായിട്ടുള്ള ഉപജീവനം എന്ന് പറയുന്ന മൃഗങ്ങളെ വേട്ടയാടിയിട്ടും കായ്കനികളെ ശേഖരിച്ചിട്ടും മീൻപിടുത്തും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് അധികാര, സമ്പത്ത്, പദവി ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പദവി ഉണ്ടായിരുന്നില്ല, അധികാരം ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഇന്നത്തെ ആളുകളിലാണ്. അതേപോലെ തന്നെ വർഗ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി വിഭജനം അല്ലാതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിഭജനം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക, ഇതൊക്കെ എന്താണ് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ ആളുകളിൽ അത് കുറഞ്ഞു വരുന്നൊരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പുരാതന കമ്മ്യൂണിസത്തിൽ മുഴുവനായി വിശ്വസിക്കുന്നില്ല. പുരാതന കാലഘട്ടത്തിലെ ആളുകൾക്കിടയിൽ സമത്വം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. എങ്കിലും ലിംഗഭേദ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. സമൂഹം വളരുന്നതിനനുസൃതമായി സമൂഹത്തിൽ രൂപം കൊള്ളുന്ന സങ്കീർണതകളാണ് സാമൂഹ്യ ശ്രേണീകരണത്തിന് കാരണമായി തീരുന്നത്. 3ാമത്തെ ചോദ്യം ഡിഫൈൻ കാസ്റ്റ്, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ജാതി എന്ന് പറഞ്ഞാൽ എന്ത്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഒരാൾ ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവും ഇല്ലാതിരിക്കുന്ന വിധത്തിൽ അയാളുടെ പദവി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്യുന്നു. ആ വർഗസ്ഥിതിയാണ് ജാതി എന്ന് പറയുന്നത്. അല്ലേ, ഒരു വർഗത്തിൽ ജനിക്കുകയും ആ വർഗത്തിൽ നിന്ന് അയാൾക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി മുൻകൂട്ടി നിശ്ചയിക്കുന്നതാണ് ജാതി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ തന്നെ സമൂഹത്തെ ഖണ്ഡങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. സാമൂഹികവും മതപരമായിട്ടുള്ള ഒരു അധികാര ശ്രേണി ജാതികൾക്കിടയിലുണ്ട്. 3ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണം, സാമൂഹിക ഇടപാടുകൾ എന്നിവയുടെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. സ്വഗണ വിവാഹം വന്നിട്ടുണ്ട്. തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള നിയന്ത്രണം വരുന്നുണ്ട്.
പൗരത്വപരവും മതപരവുമായ വൈകല്യങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റമാണ്. ജാതി സംവിധാനത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗുണങ്ങളാണ്, ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദോഷങ്ങളാണ്. ജാതിയുടെ ഗുണങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. സമൂഹത്തിലെ ഐക്യ രൂപമുള്ള ഒരു വിഭാഗമാണ് ജാതി എന്ന് പറയുന്നത്. ജാതീയത ഓരോ ജാതിയിൽപ്പെട്ടവർക്കിടയിലും സഹകരണ ബോധവും സഹജബോധം ഉണ്ടാക്കുന്നുണ്ട്. സാമൂഹ്യ സുസ്ഥിരയുടെ ഒരു ഉറവിടമാണ് ജാതി. ഹിന്ദു സമൂഹത്തിന്റെ ഘടനാ വ്യവസ്ഥയായി ജാതി വർദ്ധിക്കുന്നുണ്ട്. മിശ്രവിവാഹ നിരോധനത്തിലൂടെ ജാതി വംശശുദ്ധി പരിപാലിക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഡിമെറിറ്റ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയുടെ ദോഷങ്ങൾ എന്താണ്? ജാതി വ്യവസ്ഥ സമൂഹത്തിൽ സംഘർഷം ഉളവാക്കുന്നുണ്ട്. ജാതി ചിന്ത ദേശീയ ബോധത്തിന്റെ വളർച്ചയ്ക്ക് തടയുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട്. സ്ത്രീകളുടെ പദവി ക്ഷയിപ്പിക്കുന്നുണ്ട്. മതപ്രവർത്തനങ്ങൾക്ക് ജാതിപരമായ വിവേചനം കാരണമാകുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പവർ, വെൽത്ത് ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ശക്തി, ധനം, പദവി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. എന്താണ് ശക്തി? പവർ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛക്കും എതിർപ്പിനും എതിരായിരുന്നാൽ കൂടി നിയന്ത്രിക്കാനുള്ള കഴിവാണ് ശക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛക്കും എതിർപ്പിനും എതിരായിരുന്നാൽ കൂടി നിയന്ത്രിക്കാനുള്ള ഒരു കഴിവാണ് ശക്തി. ഒരു വ്യക്തിക്ക് മറ്റ് വ്യക്തികളുടെ മേൽ അവരുടെ ഇച്ഛയെ പരിഗണിക്കാതെയുള്ള സ്വാധീനമാണ്. ഏത് ഇടപെടലുകളിലൂടെയും ചിലർക്ക് മറ്റുള്ളവരെക്കാൾ ശക്തി കൂടും. എന്നാൽ ധനം എന്ന് പറയുന്നത് സാമൂഹ്യ ശ്രേണീകരണത്തെ തീരുമാനിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭൗതികരമായ ആസ്തികളാണ് സ്ഥലം, കെട്ടിടങ്ങൾ, സ്വർണം, പണം, വാഹനങ്ങൾ. ഈ ആസ്തികളൊക്കെ പാടെ കൂട്ടിയതാണ് എന്ന് പറയുന്നത് വെൽത്ത്, ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സ്റ്റാറ്റസ്, പദവി എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യ ശ്രേണീകരണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് പദവി എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിലുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന പദവികൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും ആശ്രയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഡിഫൈൻ ക്ലാസ്, എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് വർഗം? അതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഒരു സമൂഹത്തിൽ ഏറെക്കുറെ ഒരേ സാമൂഹ്യ പദവിയുള്ള ആളുകളാണ്, ഒരേ സാമൂഹ്യ പദവിയിലുള്ള ആളുകളുടെ ഒരു കൂട്ടാണ് വർഗം, ക്ലാസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ പദവിയിലുള്ള സംഘമാണ്. പദവി നേടുന്നതാണ്, ജന്മന ലഭിക്കുന്നില്ല. വർഗ സംവിധാനം സാർവലൗകികമാണ്. വർഗ വ്യവസ്ഥയിൽ 3 തരം വികാരങ്ങൾ കാണാം. സമത്വത്തിന്റെ വികാരം, സാമൂഹ്യ സാമ്പത്തിക പദവിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകർഷതാബോധം, ഒരു ഉത്കൃഷ്ടതാബോധം. സാമൂഹ്യ വർഗം താരതമ്യേന സുസ്ഥിരപരമായിട്ടുള്ള ഗ്രൂപ്പാണ്. ജീവിത രീതിന്റെ സാമൂഹ്യ വർഗത്തെ മറ്റു വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ പെരുമാറ്റ രീതിയാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വർഗങ്ങളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്: മേൽവർഗം, ഇടവർഗം, കീഴ്വർഗം എന്നുള്ളത്. അടുത്ത ചോദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസം. ജാതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നതാണ്, സാർവലൗകികമാണ്. വർഗം എന്ന് പറയുന്നത് സാർവലൗകികമാണ്. ജാതി എന്ന് പറഞ്ഞാൽ അവിടെ പദവി ജന്മന ലഭിക്കുന്നതാണ്. വർഗം എന്ന് പറയുന്നത് വ്യക്തികൾ നേടിയെടുക്കുന്നതാണ്. ജാതി എന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞ സംവിധാനമാണ്. വർഗം എന്നാൽ തുറന്നതാണ്. ജാതി എന്ന് പറയുന്നത് ദൈവികരമായ ഉത്ഭവമാണ്. വർഗം എന്ന് പറയുന്നത് മതേതരമാണ്. ജാതിയിലെ ചില ജാതികൾ ശുദ്ധമായി ഗണിക്കപ്പെടുന്നു, ചില ജാതികൾ അശുദ്ധമാണ്. വർഗം എന്ന് പറഞ്ഞാൽ വർഗങ്ങൾ തമ്മിൽ അസമത്വമുണ്ട്, അശുദ്ധമില്ല. ജാതി വ്യവസ്ഥയിൽ ജാതികൾ തമ്മിലുള്ള ബന്ധത്തിന് നിയന്ത്രണമുണ്ട്. വർഗ സംവിധാനത്തിൽ ബന്ധങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ വ്യക്തികൾ കൂടുതൽ സ്വതന്ത്രനാണ്. ജാതി വ്യവസ്ഥയിൽ ഒരു ജാതിക്കാർ ആ ജാതിയിൽ തന്നെ വിവാഹം കഴിക്കുന്നുണ്ട്. വർഗമാണെങ്കിൽ അവിടെ വിവാഹ നിയന്ത്രണമില്ല. ലാസ്റ്റ് ചോദ്യമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആരോപിത പദവിയും നേടിയ പദവിയും തമ്മിലുള്ള വ്യത്യാസം. ചില പദവികൾ വ്യക്തികളിൽ ആരോപിതമാണ്, മറ്റു ചിലത് അവർ നേടുന്നതാണ്. ആരോപിത പദവി അനൈച്ഛിക ഗണങ്ങളിലെ അംഗത്വം കൊണ്ട് കിട്ടുന്നതാണ്. എന്നാൽ നേടുന്ന പദവി ഐച്ഛിക ഗണങ്ങളിലെ അംഗത്വം കൊണ്ടാണ് ലഭിക്കുന്നത്.
ഉദാഹരണമായി പ്രായം, ലിംഗം, ബന്ധുത്വം എന്നിവ കൊണ്ട് ലഭിക്കുന്ന പദവികൾ ആരോപിത പദവിയാണ്. അതേസമയം വിവാഹ പദവിയും പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം നേടുന്നതാണ്. ആരോപിത പദവി ജന്മനാ ഉള്ളതാണ്, അത് ജന്മം കൊണ്ട് മാത്രം വന്നു ചേരുന്നതാണ്. എന്നാൽ സ്വപ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്നതാണ് ആക്റ്റീവ്, അല്ലെ? ഒരാൾക്ക് ജന്മന നേടിയെടുക്കുന്നതാണ് ആരോപിത പദവി എന്ന് പറയുന്നത്. എന്നാൽ അയാൾ നേടിയെടുക്കുന്ന ആക്റ്റീവ്ഡ് ആയിട്ടാണ്, അല്ലേ? അത് അയാൾ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. NINSന്റെ +2 SSLC ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, അഡ്മിഷൻ ആവശ്യമുള്ള ആളുകൾ, NINSന്റെ SSLC +2 വിവിധ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ നമ്മൾ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9037114679. ഓക്കെ, താങ്ക് യു.